അന്ന ഭാഗം 12. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. അടിയുടെ ആഘാതത്തിൽ നിലത്തേക്ക് വീണ് കിടക്കുന്ന അവൻ അരികിലേക്ക് ഓടി വന്ന അന്നയെ ഒരു വശത്തേക്ക് തള്ളി മാറ്റിയ ശേഷം എഴുന്നേറ്റ് വന്ന് വീണ്ടും ഫെലിക്സിനെ ലക്ഷ്യമാക്കി പാഞ്ഞടുക്കുകയായിരുന്നു. ഈ ഒരു സംഭവത്തിൽ അന്നയുടെ പങ്കെന്തെന്നുള്ള സംശയത്താൽ ചുറ്റിനും കൂടി നിന്ന വിദ്യാർത്ഥികളെല്ലാം അവളെ ആശ്ചര്യത്തോടെ നോക്കി. പക്ഷെ ഫെലിക്സിന് തൻ്റെ കൺമുന്നിൽ കാണുന്ന കാഴ്ചകൾ അവ്യക്തമായി തോന്നി. ഇതിൽ അന്നയുടെ സാന്നിധ്യം അവൻ്റെ കണ്ണുകളിൽ കോപം ജ്വലിപ്പിച്ചു. അന്ന അവൻ്റെ നോട്ടം നേരിടാനാകാതെ മുഖം തിരിച്ചു. ഫെലിക്സിനരികിലേക്ക് അക്രമാസക്തനായി പാഞ്ഞടുത്തു വന്ന അവനെ പാടെ അവഗണിച്ചുകൊണ്ട് കയ്യിലിരുന്ന സൈലൻസർ ദൂരേക്ക് വലിച്ചെറിഞ്ഞ ശേഷം ആൾക്കൂട്ടത്തെ ശക്തമായി വകഞ്ഞു മാറ്റിക്കൊണ്ട് ഫെലിക്സ് അവിടെ നിന്ന് നടന്നകന്നു. ആൾക്കൂട്ടവും പിരിഞ്ഞ് അരങ്ങൊഴിഞ്ഞ ആ വേദിയിൽ അന്നയും അപ്പൂട്ടനും മാത്രം ബാക്കിയായി. അപ്പൂട്ട, തൊട്ടടുത്തുള്ള സിമന്റ് ബെഞ്ചിലേക്ക് അവശനായി ഇരുന്ന അവനെ അന്ന സ്നേഹാർദ്രമായി വിളിച്ചു. നിശബ്ദനായി വിദൂരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന അവൻ്റെ മുഖം തൻ്റെ വശത്തേക്ക് പിടിച്ചു തിരിച്ചുകൊണ്ട് അന്ന വീണ്ടും അവനെ വിളിച്ചു. അല്ല, മിലേഷ് യാദവ്. അവൻ ശബ്ദമുയർത്തി അവളോട് മറുപടി നൽകി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അപ്പൂട്ട, നിനക്കെന്നെ മനസ്സിലായോ? ഈ മുഖം നിനക്കെവിടെയെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ? അവൻ അവളുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് മറക്കാൻ കഴിയില്ലായിരുന്നു അന്നക്കുട്ടി നിന്നെ. പക്ഷെ ഞാൻ എൻ്റെ മുഖവും പേരും എല്ലാം ഇനി ഒരിക്കലും ഓർത്തെടുക്കാൻ കഴിയാത്ത വിധം എൻ്റെ മനസ്സിൻ്റെ കോണിൽ നിന്നും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പിഴുതെറിഞ്ഞു കഴിഞ്ഞു. അവൻ്റെ വാക്കുകൾ രൂക്ഷമായി. അപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞിട്ട് നീ ബോധപൂർവം അഭിനയിക്കുകയായിരുന്നല്ലേ? വർഷങ്ങളോളം തൻ്റെ കളിക്കൂട്ടുകാരനെ കാത്തിരുന്ന എന്നെ നീ ഓർമ്മകളിൽ നിന്ന് പോലും പിഴുതെറിയാൻ ശ്രമിക്കുകയായിരുന്നല്ലേ? അതെ, അന്ന് നീ കോളേജിൽ ആദ്യ ദിവസം വന്നപ്പോൾ തന്നെ ഞാൻ നിന്നെ കണ്ടിരുന്നു. അടികൊണ്ട് ബോധം മറഞ്ഞ ആ കാഴ്ചയിലും എനിക്ക് നിന്റെ മുഖം വ്യക്തമായിരുന്നു അന്ന. അന്നയുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ഇത്ര കാലങ്ങൾ കൊണ്ട് ഞാൻ കാത്തിരുന്ന, ഞാൻ തേടി നടന്ന എൻ്റെ അപ്പൂട്ടൻ, നീ എൻ്റെ തൊട്ടരികിൽ വന്നിട്ടും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. നിന്റെ മുഖം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക്. വേണ്ട, തിരിച്ചറിയണ്ട. ഇനിയൊരു തിരിച്ചറിയലുകൾക്കോ ബന്ധങ്ങൾക്കോ നമുക്കിടയിൽ സ്ഥാനമില്ല. രണ്ടപരിചിതർ. ഞാൻ നിന്റെ ആ പഴയ അപ്പൂട്ടനല്ല. എനിക്കിനി ആകാനും കഴിയില്ല. കളഞ്ഞുപോയ കളിപ്പാട്ടം തിരികെ കിട്ടിയതുപോലെയായിരുന്നു അന്നയുടെ മനസ്സ്. പക്ഷെ അവൻ്റെ വാക്കുകൾ അവളിൽ വേദന നിറച്ചു. എന്താ അപ്പൂട്ട നീ ഈ പറയുന്നത്? നീ അങ്ങനൊന്നും പറയാതെ. ആ പഴയ അപ്പൂട്ടനല്ല ഇതൊക്കെ പറയുന്നത്. അല്ല, പഴയ അപ്പൂട്ടനല്ല ഞാൻ. അവൻ എന്നേ മരിച്ചു കഴിഞ്ഞു അന്ന. ഒരിക്കലും ഒരു തിരിച്ചുവരവ് എനിക്ക് സാധ്യമല്ല. 9 വയസ്സ് വരെ അനാഥനെ പോലെ വളർന്ന എനിക്ക് പെട്ടെന്ന് പൊട്ടിമുളച്ച ബന്ധങ്ങളൊന്നും അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും എൻ്റെ കൂട്ടുകാരിയെ എനിക്ക് മറക്കാൻ കഴിയില്ലായിരുന്നു. മുറിവേറ്റ 2 പിഞ്ച് ഹൃദയങ്ങളെ ഓർക്കാതെ ബന്ധങ്ങളുടെ വിലപേശലിൽ എന്നെ തളച്ചിടുകയായിരുന്നു അവര്. എൻ്റെ അമ്മ എന്ന ആ സ്ത്രീ, നിന്റെ ഉമ്മയമ്മ, നിങ്ങളെയൊക്കെ കാണാൻ വാശി പിടിച്ച് കരഞ്ഞപ്പോൾ അനാഥ ബാല്യങ്ങളുടെ ഇടയിൽ പെട്ടുപോയാൽ തിരിച്ചു കിട്ടിയ മകനെ നഷ്ടപ്പെടുമോ എന്നൊരമ്മയുടെ സ്വാർത്ഥത, അതെന്നിലെ മനസ്സിനെ മുറിവേൽപ്പിച്ചു. അവരുടെ സ്നേഹം എനിക്ക് ഓരോ ദിവസവും വീർപ്പുമുട്ടലായി അനുഭവപ്പെട്ടു. ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്കുള്ള എൻ്റെ ചുവടുകൾ നാൾക്ക് നാൾ പിഴച്ചു തുടങ്ങി. എല്ലാത്തിനോടും ഒരുതരം വെറുപ്പായിരുന്നു. ഞാൻ പതിയെ ലഹരിയിൽ അഭയം തേടി. സ്വന്തം ജീവിതത്തോട് പോലും കടപ്പാട് തോന്നിയിട്ടില്ല എനിക്ക്. ആശുപത്രിയിൽ കിടക്കയിൽ അബോധാവസ്ഥയിൽ കിടന്ന എനിക്കരികിൽ വന്ന് നിന്റെ ഉമ്മയമ്മ പറഞ്ഞിരുന്നു നിന്നെ കണ്ട കാര്യം. ഞാൻ ഓർത്തിരുന്നു നിന്റെ ഉമ്മയമ്മക്ക് വേണ്ടി നീ വരുമെന്ന്. നാൾക്ക് നാൾ നശിച്ചുകൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തെ നേരെയാക്കാൻ അവരിൽ നിന്നും ഉടമ്പടി കൈക്കൊണ്ടുകൊണ്ട് നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അന്ന, നീ ഇനി എന്നെ തേടി വരരുത്. ഒരിക്കലും കണ്ടുമുട്ടരുതെന്ന് കരുതിയതാ. എൻ്റെ അരികിൽ നീ ഇരിക്കുന്നത് പോലും ചിലപ്പോൾ നിന്റെ ജീവന് തന്നെ അത് ആപത്തായിരിക്കും. അന്ന, നീ പോകാൻ നോക്ക്. ഇനി നീ എൻ്റെ അരികിലേക്ക് വരരുത്. ഞാൻ ഈ കോളേജ് വിട്ട് പോകുക. അവൻ്റെ ഓരോ വാക്കുകളും
ഇടിമുഴക്കം പോലെ അന്നയുടെ കാതുകളിൽ പതിഞ്ഞു. അതോരോന്നും അവളുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിലായിരുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവൾക്കരികിൽ നിന്നും നടന്നകന്നു. അന്നയുടെ മനസ്സിൽ ഒരു പേമാരി പെയ്യുന്ന പോലെ സങ്കടം അണപൊട്ടിയൊഴുകി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അന്ന അതീവ ദുഃഖിതയായി കാണപ്പെട്ടു. നഷ്ടങ്ങളുടെ കണക്കിൽ അതും അവൾ കൂട്ടിച്ചേർത്തു. അന്നത്തെ സംഭവത്തെപ്പറ്റി ആർക്കും ഒരു വിശദീകരണവും അവൾ കൊടുത്തില്ല. പക്ഷെ അതിനുശേഷം അന്നയും മിലേഷും തമ്മിൽ ഏതോ രീതിയിലുള്ള ആത്മബന്ധം നിലനിൽക്കുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി. പലതരത്തിലും അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടു. മിലേഷ് പഠനം അവസാനിപ്പിച്ച് കോളേജിൽ നിന്നും പോയി എന്ന വാർത്ത അന്നയെ വീണ്ടും സങ്കടത്തിലാക്കി. മാളിയേക്കൽ തറവാടിൻ്റെ ലിവിംഗ് റൂമിൻ്റെ ഒരു വശത്തായി ഇട്ടിരിക്കുന്ന സോഫയിൽ കണ്ണുകൾ അടച്ചു കിടക്കുകയാണ് ഫെലിക്സ്. കോളേജിൽ നടന്ന സംഭവങ്ങളെല്ലാം ഒരു ചിത്രം പോലെ അവൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നു. അന്നത്തെ സംഭവങ്ങൾക്ക് ശേഷം ഇതുവരെയും അവൻ കോളേജിലേക്ക് പോയിട്ടില്ലായിരുന്നു. ദിനംപ്രതി അവൻ്റെ മനസ്സ് അവന് തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. ആദ്യമായി മറ്റൊരു പെൺകുട്ടിയോടും തോന്നാത്തൊരടുപ്പം അന്നയോട് തോന്നി. പേടിച്ചരണ്ട കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്ന ആ നിഷ്കളങ്കമായ പെണ്ണിൻ്റെ മുഖം അവന് മറക്കാൻ കഴിയാത്ത പോലെ. അറിയാതെ കൈകൾ ഉയർത്തി അവളെ അടിച്ചപ്പോഴും നെഞ്ചിനുള്ളിൽ അനുഭവപ്പെട്ട ആ നോവ് അവളോടുള്ള പ്രണയമായിരുന്നോ? പക്ഷേ മിലേഷുമായിട്ട് അവൾക്ക് എന്താണ് ബന്ധം? അവന് വേണ്ടി കരയാനും എന്നെ തടയാനും മാത്രം അവളുടെ ആരാവൻ? അവൻ്റെ മനസ്സിൽ അവളോടുള്ള പ്രണയം തീവ്രമായൊരു വികാരമായി മാറിത്തുടങ്ങിയതായി അവൻ തിരിച്ചറിഞ്ഞു. തൊട്ടരികിൽ മേശയിലിരുന്ന പൂക്കൾ നിറച്ച മൺപാത്രം അവൻ അമർഷത്തോടെ ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ഇതെന്താ ഫിലി, നിനക്ക് ഭ്രാന്തായോ? എന്താ എൻ്റെ മോന് പറ്റിയത്? മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് പടിയിറങ്ങി വന്ന ആലീസ് അവൻ അരികിലേക്ക് വന്നിരുന്ന് ശാസനയോടെ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അരികിലായിരുന്ന ആലീസിൻ്റെ മടിയിലേക്ക് അവൻ തല ചായ്ച്ചു കിടന്നു. എന്നതാ എൻ്റെ മോന് പറ്റിയത്? കണ്ണുകളൊക്കെ കലങ്ങിയിരിക്കുന്നല്ലോ. അവരാദിയോടെ അവനോട് തിരക്കി. ദേ മോനെ, നിന്റെ പപ്പ ചോദിച്ചു തുടങ്ങി കേട്ടോ, നീ കോളേജിൽ പോകുന്നില്ലേന്ന്. ഞാൻ എന്താ മറുപടി പറയേണ്ടത്? കോളേജിലേക്കോ പോക്കില്ല. പോയാലോ? എന്നും അടിയും വഴക്കം കൊണ്ട് സസ്പെൻഷനും. അവസാന വർഷമാണ്. നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞു നിന്റെ പപ്പ. MBA ചെയ്യാൻ US മോനെ വിടാനാണ് പപ്പയുടെ തീരുമാനം. അവരവൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ആലീസിൻ്റെ വാക്കുകൾ കേട്ട് അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. US ഞാനോ? മമ്മി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കുറച്ചൊക്കെ എനിക്കുണ്ട്. പപ്പയോട് പറഞ്ഞേക്ക്. അവൻ ദേഷ്യത്തോടെ എഴുന്നേറ്റ് മുന്നോട്ട് നടക്കാനൊരുങ്ങി. ആലീസ് അവൻ്റെ കൈകളിൽ പിടിച്ചു നിർത്തി അവനെ അരികിലേക്ക് പിടിച്ചിരുത്തി. നിന്റെ എന്ത് സ്വാതന്ത്ര്യമാടാ ഇവിടെ ഇല്ലാതാക്കിയത്? ഗവൺമെൻറ് കോളേജിൽ നീ പഠിക്കണമെന്ന് പറഞ്ഞു, അത് നടത്തി തന്നു. നീ ഈ കാണിക്കുന്നതിനൊക്കെ വായും പൂട്ടി മിണ്ടാതെ നടക്കുന്ന ആ മനുഷ്യൻ ഇതെല്ലാം അറിയുന്നില്ലെന്നാണോ നിന്റെ വിചാരം? അദ്ദേഹം ഒരു പിതാവാണ്. നിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ അവകാശമുള്ള ആൾ തന്നെയാണ്. എൻ്റെ മോൻ അതോ ഓർക്കണം. ശരി, തീരുമാനങ്ങൾ എടുത്തു. പക്ഷെ ഞാൻ നാട്ടിൽ തന്നെ പഠിച്ചോളാന്ന് പപ്പയോട് മമ്മി പറയണം. നിന്റെ പപ്പയോടെ നീ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. എനിക്ക് നിനക്ക് വേണ്ടി വക്കാലത്ത് പറയുന്നതിൽ പരിമിതിയുണ്ട്. കഴിഞ്ഞ ദിവസം അയ്യർ സാറ് വിളിച്ചിരുന്നു. നീ ഏതോ ഒരു പാവം പെൺകുട്ടിയെ പരസ്യമായി കരണത്തടിച്ചെന്ന്. അവർക്ക് പരാതിയില്ലാത്തതിൻ്റെ പേരിലാണ് അത് കേസാകാത്തത്. ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് നീ കരുതരുത് ഫിലി. അവരുടെ വാക്കുകളിൽ ദേഷ്യം കലർന്നിരുന്നു. ആലീസിൻ്റെ വാക്കുകൾ കേട്ട അവൻ ചെറുതായൊന്ന് പരുങ്ങി. മമ്മി, അതെനിക്കൊരു അബദ്ധം പറ്റിയതാ, അറിഞ്ഞോണ്ടല്ല. ഫെലിക്സ് ആലീസിന് മുന്നിൽ വാക്കുകൾക്കായി പരതി. എൻ്റെ മോൻ അറിയാതെ ഒരു പെൺകുട്ടിയെ തല്ലാൻ മാത്രം നീ കൊച്ചുകുട്ടിയാണല്ലോ. ഇതുവരെ നീ പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു പെൺകുട്ടിയുടെ വിഷയത്തിൽ നീ തലയിടാറില്ലായിരുന്നു. നിനക്കറിയോ, കല്യാണം കഴിഞ്ഞിട്ട് കുറേ വർഷമായി. എൻ്റെ പപ്പയെന്ന് പറയുന്ന ആള് എന്നെ അദ്ദേഹത്തിൻ്റെ വിരൽ കൊണ്ടുപോലും തൊട്ട് നോവിച്ചിട്ടില്ല. അറിയപ്പെടുന്നൊരു ബിസിനസ്മാൻ, ലോകം ചുറ്റിയുള്ള ഒറ്റയ്ക്കുള്ള യാത്രകൾ, അവിടെയൊന്നും അദ്ദേഹത്തിൻ്റെ നിലമറന്ന് പ്രവർത്തിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവിതേ ഇന്നും ഓരോ പുതിയ ദിവസം പോലെയാണ് എനിക്ക്. ഞാൻ ഓരോ ദിവസവും അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ഓർക്കുമ്പോൾ ആ അപ്പൻ്റെ മോനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. എനിക്ക് അതിയായ വിഷമമുണ്ട് നിന്നോട്. ഇനി നിന്നോട് ഞാനൊന്നും പറയില്ല.
നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ജീവിക്കാം. അവരുടെ വാക്കുകൾക്ക് മുന്നിൽ ഫെലിക്സ് നിശബ്ദനായി തലകുനിച്ചിരുന്നു. ആലീസ് ദേഷ്യത്തോടെ അവിടം വിട്ട് പുറത്തേക്ക് നടന്നു. പുറത്തുള്ള പൂന്തോട്ടത്തിനരികിലെ ഊഞ്ഞാലിൽ കടുത്ത മുഖത്തോടെ ഇരിക്കുന്ന ആലീസിനരികിലേക്ക് ഫെലിക്സ് നടന്നു ചെന്നു. അവർക്കരികിലായി നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു. ആലീസേ, അവൻ ശബ്ദം താഴ്ത്തി വിളിച്ചു. സ്നേഹം കൂടുമ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ടും അവൻ അവരെ സ്നേഹത്തോടെ അങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്. അവരെന്താണെന്ന അർത്ഥത്തിൽ അവനെ നോക്കി. എന്നോട് ക്ഷമിക്ക്. അന്നേരത്തെ ദേഷ്യത്തിന് ഞാൻ അവളോട് മാപ്പ് പറയാം. ചെയ്തത് തെറ്റാണെന്ന കുറ്റബോധം അന്നു മുതൽ എന്നെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ആലീസ് അവനെ സ്നേഹപൂർവ്വം നോക്കി. അവൻ്റെ നെറ്റിയിൽ അധരങ്ങൾ ചേർത്ത് വാത്സല്യത്തോടെ ചുംബിച്ചു. ഞാനല്ല ക്ഷമിക്കേണ്ടത്. നീ ആരെയാണോ അടിച്ചത് ആ കുട്ടിയാണ് നിന്നോട് ക്ഷമിക്കേണ്ടത്. കാര്യങ്ങളൊന്നും ഈ അമ്മച്ചിക്ക് അറിയണ്ട. പക്ഷെ ഇനി ആ കുട്ടിയെ നീ ഒരു തരത്തിലും വിഷമിപ്പിക്കരുത്. ഞാനടിച്ച ഓരോ അടിയുടെയും വേദനകൾ എൻ്റെ പ്രണയം കൊണ്ട് ഞാൻ ഒപ്പിയെടുക്കുമെന്ന. എൻ്റെ സ്നേഹമാകുന്ന ചുംബനങ്ങൾ കൊണ്ട് എൻ്റെ കൈകൾ പതിഞ്ഞ പാടുകൾ ഞാൻ മായ്ച്ചു കളയുമെന്ന. അവൻ്റെ മനസ്സിൽ അവളോടുള്ള പ്രണയം പൂവിട്ട് തളിർത്ത് വലിയൊരു മരമായി പന്തലിച്ചു തുടങ്ങി. പക്ഷെ ഇനിയും മുന്നോട്ട് തനിക്ക് വീണ്ടും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളൊന്നും തിരിച്ചറിയാതെ അനാഥാലയത്തിലെ 4 ചുവരുകൾക്കുള്ളിൽ അന്ന ഏകയായി നിലകൊണ്ടു. 1-ാം വർഷ എഞ്ചിനീയറിംഗ് ക്ലാസ് അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയായി. കൂടാതെ ഫെലിക്സിൻ്റെ ബാച്ച് ഈ വർഷത്തോടെ കോളേജിൻ്റെ പടിയിറങ്ങും. മിലേഷിനെ പറ്റിയുള്ള ഓർമ്മകൾ അന്നയിൽ വീണ്ടും തുറക്കാൻ കഴിയാത്ത മറ്റൊരു അധ്യായമായി മാറി. അവളെല്ലാം പതിയെ പതിയെ മറക്കാൻ തുടങ്ങി. ഫെലിക്സ് വീണ്ടും കോളേജിലേക്ക് വന്നു തുടങ്ങി. അവൻ അന്നയെ പിന്തുടരുകയായിരുന്നു. അന്ന അത് തിരിച്ചറിയുന്നുണ്ടായിരുന്നു. എങ്കിലും ഒരിക്കൽ പോലും അവനെ ശ്രദ്ധിക്കാനോ അവന് സംസാരിക്കാൻ അവസരം കൊടുക്കാനോ അവൾ തയ്യാറായില്ല. അവൻ്റെ മനസ്സ് അവളോടുള്ള പ്രണയം തുറന്നു പറയാൻ തുടിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ കണ്ണുകളിലെ ഭാവമാറ്റം അന്നയിൽ പല സംശയങ്ങൾ ജനിപ്പിച്ചു. ആ ഭാവത്തെ നിർവചിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ വിധിയുടെ മറ്റൊരു പോരാട്ടത്തിന് അവൾ ഒരുക്കമാകാതെ അവളുടെ ലക്ഷ്യത്തിനായി ചുവടുകൾ മുന്നോട്ട് വെച്ചു. റോഡരികിൽ ആരോരുമില്ലാത്ത പാവങ്ങൾക്ക് ഒരു നേരത്തെ അന്നദാതാവായും ചിലപ്പോൾ തെരുവുകളിൽ ഭിക്ഷയാചിക്കുന്ന കുഞ്ഞു ബാല്യങ്ങൾക്ക് ഒരു തലോടലായും പലയിടത്തും പല രൂപത്തിൽ ഫെലിക്സ് അന്നയെ കാണപ്പെട്ടു. ദയനീയമായ സ്വന്തം അവസ്ഥയിലും മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്ക് അവൾ കൊടുക്കുന്ന വില അവൻ്റെ മനസ്സിൽ അവളോടുള്ള ഒരുതരം ആരാധനയായി മാറി. കോളേജിൽ മറ്റുള്ളവരോടുള്ള അവളുടെ പെരുമാറ്റവും സ്വഭാവശുദ്ധിയും എന്തിനോടുമുള്ള തികഞ്ഞ ആത്മാർത്ഥതയുമെല്ലാം അന്ന എന്ന പെൺകുട്ടി ഫെലിക്സിൻ്റെ ഹൃദയം കീഴടക്കി. ഒരു സാധാരണ പെൺകുട്ടി എന്നതിലുപരി അവൾ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അവൻ അറിയില്ലായിരുന്നു. അവൻ അറിയാൻ ശ്രമിച്ചില്ല എന്നതായിരുന്നു സത്യം. അങ്ങനെ കോളേജ് ഡേ വന്നെത്തി. ദിവസങ്ങൾ അധികമില്ല. തൻ്റെ ഇഷ്ടങ്ങൾ അന്നയോട് തുറന്നു പറയണം. ഏതു വിധേനയും തൻ്റെ ഇഷ്ടം അന്നയെ അറിയിക്കാൻ അവൻ തീരുമാനിച്ചു. ഓഡിറ്റോറിയത്തിൽ കോളേജ് ഡേയോടനുബന്ധിച്ചുള്ള പരിപാടികൾ ആരംഭിച്ചു. അന്നയോട് സംസാരിക്കാൻ ഒരവസരം തേടി ഫെലിക്സ് അവളെ പിന്തുടരുകയായിരുന്നു. 3-ാമത്തെ നിലയിലേക്കുള്ള ഓഡിറ്റോറിയത്തിലേക്ക് പോകാനായി പടവുകൾ കയറുന്ന അന്നയെ ദൂരെ നിന്നും കണ്ട ഫെലിക്സ് അവളുടെ അടുത്തേക്ക് വേഗത്തിൽ നടന്നു വന്നു. ഓഡിറ്റോറിയം ലക്ഷ്യമാക്കി മുന്നോട്ട് നടന്നു നീങ്ങുന്ന അന്നയെ ഫെലിക്സ് പിന്നിൽ നിന്നും വിളിച്ചു. അന്ന. അവൾ ആരാണെന്നറിയാൻ തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കി. ഫെലിക്സ്. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അവൾ ചുറ്റിനും കണ്ണോടിച്ചു. ആരെയും കാണുന്നില്ല. വിജനമായ ഇടനാഴികൾക്കിടയിൽ അവർ രണ്ടാളും മാത്രം. വിദ്യാർത്ഥികളെല്ലാം ഓഡിറ്റോറിയത്തിലാണ്. അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു. അവൾ അവനെ വകവെക്കാതെ തിരിഞ്ഞു വേഗത്തിൽ മുന്നോട്ട് നടന്നു. പിന്നിൽ നിന്നും തൻ്റെ കൈത്തണ്ടയിൽ ആരുടെയോ കൈകൾ ശക്തമായി മുറുകിയത് അന്ന തിരിച്ചറിഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കി. ഫെലിക്സേ, കൈയെടുക്ക്. അവൾ ഉള്ള ധൈര്യം സംഭരിച്ച് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അവൾ അവൻ്റെ കൈകൾ കുടഞ്ഞെറിയാൻ ശ്രമിക്കും തോറും അവൻ പിടുത്തത്തിൻ്റെ ശക്തി കൂട്ടി. വേദന കൊണ്ട് അവളുടെ കണ്ണുകൾ നിറയുന്നത് അവൻ തിരിച്ചറിഞ്ഞു. അന്ന, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. നീ എപ്പോഴും എന്നെ കാണുമ്പോൾ എവിടേക്കാ ഈ ഓടി അകലുന്നത്? ഇല്ല, എനിക്കൊന്നും കേൾക്കാനില്ല. എന്തിനാ എന്നെ എപ്പോഴും ഇങ്ങനെ പുറകെ നടന്ന് ഉപദ്രവിക്കുന്നത്? ഒരു പെൺകുട്ടിയെ വേദനിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി നിങ്ങൾ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. കൺമുന്നിൽ പോലും വരാതെ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറി പോകാറില്ലേ ഞാൻ? എന്നിട്ടും എന്തിനാ എന്നെ പിന്തുടരുന്നത്?
അവളുടെ സങ്കടം നിറഞ്ഞ വാക്കുകൾ അവനിലും സങ്കടം നിറച്ചു. പെട്ടെന്ന് അവൻ അവളുടെ കൈകൾ പിടിച്ചു വലിച്ചുകൊണ്ട് തൊട്ടരികിലുള്ള ആളൊഴിഞ്ഞ ക്ലാസ് റൂമിലേക്ക് കയറി. അവൾ കുതറി മാറാൻ ശ്രമിച്ചിട്ടും അവൻ്റെ കൈകളുടെ ശക്തിക്ക് മുന്നിൽ അവൾക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. അവൻ അവളുടെ കൈകൾ വിടുവിച്ച് പതിയെ ക്ലാസ് മുറിയുടെ വാതിൽ ചാരി. അവൾ അവനിൽ നിന്നും കുറച്ച് ദൂരേക്ക് മാറി. എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന ഭയത്തിൽ ഒന്നുറക്കെ കരയാൻ പോലും അന്നയുടെ നാവുകൾ ചലിക്കുന്നുണ്ടായിരുന്നില്ല. ഫെലിക്സ് അവളുടെ അരികിലേക്ക് പുഞ്ചിരിയോടെ നടന്നെടുത്തു. ആ തിളങ്ങുന്ന നീലക്കണ്ണുകളിൽ നിലനിന്ന ശാന്തമായ ഭാവം അവളിൽ ആശ്വാസം ജനിപ്പിച്ചു. പേടിക്കണ്ട, ഞാൻ ഉപദ്രവിക്കാൻ വന്നതല്ല. തന്നോടൊരു കാര്യം പറയാൻ കുറേ നാളായിട്ട് ഞാൻ ശ്രമിക്കുന്നതാ. എന്നോട് ക്ഷമിക്കണം. കാര്യമറിയാതെ നിന്നെ ഉപദ്രവിച്ചതിനും ചെയ്ത തെറ്റിനും മാപ്പ് പറയാനാണ് ഞാൻ വിളിച്ചേ. അയ്യർ സാറിന് മുന്നിൽ വെച്ചുള്ള നിന്റെ വാക്കുകൾ എന്നിൽ വീണ്ടും കുറ്റബോധം ജനിപ്പിച്ചു. ഇത്രയും പറയാൻ വേണ്ടി നിന്റെ മുന്നിൽ ഞാൻ കുറേ വന്നിട്ടുണ്ട്. നീ ഒരിക്കൽ പോലും എനിക്ക് പിടിതരാറില്ല. അവൻ്റെ വാക്കുകളിലെ ആത്മാർത്ഥത അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ നിഷ്കളങ്കമായ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അന്ന ആശ്വാസത്തോടെ ചുവരിലേക്ക് ചാരി നിന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ഫെലിക്സ് വാതിലിനരികിലേക്ക് പോയി നിന്നുകൊണ്ട് അന്നയ്ക്ക് പോകുവാനായി വാതിൽ തുറന്നുകൊടുത്തു. അവൾ മുന്നോട്ട് വന്ന് അവൻ അരികിലേക്ക് വന്ന ശേഷം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടം പതിച്ചത് അവൻ്റെ ഹൃദയത്തിലായിരുന്നു. അവൾ അവനൊരു ചെറു പുഞ്ചിരി സമ്മാനിച്ചു. ആ ചുവന്ന കവിളുകളിൽ തെളിഞ്ഞ ചെറിയ നുണക്കുഴി അവളുടെ പുഞ്ചിരിക്ക് മാറ്റുകൂട്ടി. ഈ ചിരിയിൽ അവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഉത്തരമുണ്ടായിരുന്നു. മിലേഷ് നിന്റെ ആരാ? കാമുകനാണോ? അവൾ മുന്നോട്ട് നടക്കാൻ ഒരുങ്ങവേ ഫെലിക്സ് ചോദിച്ചു. പ്രതീക്ഷിക്കാതെയുള്ള ഫെലിക്സിൻ്റെ ചോദ്യത്തിന് മുന്നിൽ അന്ന അടിപതറിപ്പോയി. അപ്പൂട്ടൻ എൻ്റെ കളിക്കൂട്ടുകാരൻ എന്നതിലുപരി എൻ്റെ എല്ലാമായിരുന്നു. അവൻ്റെ സങ്കടങ്ങളും വേദനകളുമെല്ലാം ഒരിക്കൽ എൻ്റേതുകൂടിയായിരുന്നു. പക്ഷെ ഞങ്ങൾ ഇരുവരും ബാല്യകാലത്തിൽ തന്നെ പിരിഞ്ഞിരുന്നു. ചില സാഹചര്യങ്ങൾ കൊണ്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടൽ. അത് പക്ഷേ തികട്ടി വന്ന വിഷമത്താൽ അന്നയുടെ വാക്കുകൾ മുറിഞ്ഞു. ഫെലിക്സ് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ പ്രണയമെന്ന 3 അക്ഷരം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ മാറി നിൽക്കില്ല. അന്നയുടെ ഓരോ വാക്കുകളും മൂർച്ചയുള്ളതായിരുന്നു. അവൻ്റെ ചോദ്യങ്ങൾ അവളെ വേദനിപ്പിച്ചു എന്നറിഞ്ഞെങ്കിലും ഒരു തരത്തിൽ അന്നയുടെ മറുപടി അവനിൽ ആശ്വാസമേകുന്നതായിരുന്നു. അന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ അരികിൽ നിന്നും മുന്നോട്ട് നടന്നു നീങ്ങി. ചുണ്ടുകൾ പ്രണയത്തിൻ്റെ ഒരു ചെറു മന്ദഹാസം വിടർത്തി. ഫെലിക്സ് അവൾ പോകുന്നത് നോക്കി നിന്നു. അന്ന, നീ എൻ്റെ മണവാട്ടിയാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം ആദമിന് കൂട്ടായി തൻ്റെ വാരിയല്ലിൽ നിന്ന് സൃഷ്ടിച്ചെടുത്ത ഹവ്വയെപ്പോലെ നീ ഈ ഫെലിക്സിൻ്റെ വാരിയല്ലാൽ സൃഷ്ടിക്കപ്പെട്ടവളാണ്. നീ എൻ്റെ സ്വന്തമാകുന്ന നാൾ ദീർഘമല്ല. അവൾ നടന്നകലവേ ഫെലിക്സ് ഉച്ചത്തിൽ അവൾ കേൾക്കെ വിളിച്ചു പറഞ്ഞു. ഘനഗാംഭീര്യമുള്ള അവൻ്റെ ശബ്ദം ആ വരാന്തകളിൽ മുഴങ്ങി അന്നയുടെ കാതുകളിൽ തറച്ചു. അവളൊരു നടുക്കത്തോടെ അവനിലേക്ക് തൻ്റെ മുഖം തിരിച്ചു. അവൻ്റെ നീലക്കണ്ണുകളിൽ തിളങ്ങുന്ന പ്രണയാതുര ഭാവം അന്ന ഭയത്തോടെ നോക്കി നിന്നു. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.